ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയെ കൊണ്ട് വീട്ടിലൊരു പണിയൊന്നും എടുപ്പിക്കുന്നില്ല. അപ്പം അമ്മയും ചേച്ചിമാരും ഒക്കെ കൂടിയിട്ട് പറമ്പിൽ ഇങ്ങനെ നനയ്ക്കുകയാണ് കേട്ടോ. അതിൽ അമ്മയും ശ്രീ ചേച്ചി മാത്രമേ ജോലി എടുക്കണുള്ളൂ. നന്ദിനി വെറുതെ ഫോണിൽ ഇങ്ങനെ തോണ്ടി ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കണ കാണുമ്പോൾ നമ്മുടെ വേദയും അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. വേദ അത് ചെയ്യുക ഇത് ചെയ്യാന്നൊക്കെ അമ്മോട് പറയുന്നുണ്ടെങ്കിലും അമ്മ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് നന്ദിനി വന്ന് ആ കുടം എടുത്ത് നനയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നന്ദിനിയാണെങ്കിൽ കേട്ട ഭാവം വയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദിനി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നീ എന്താ ഇവിടെ വെറുതെ ഇരിക്കണേ? ഞാൻ ഇരിക്കും ഇങ്ങനെയൊക്കെ, നീ ഇങ്ങനെ വെറുതെ ഇരിക്കുകയൊന്നും വേണ്ട, ആ കുടം എടുത്ത് വെള്ളം കോരി ചെടികൾക്കൊക്കെ ഒഴിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദിനി നമ്മുടെ വേദേനെ ഇങ്ങനെ ശാസിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ കുടം എടുത്ത് വെള്ളം എടുത്ത് നനച്ച് തുടങ്ങുക കേട്ടോ. ആ സമയത്താണ് നമ്മുടെ മാഷ് അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ. മാഷി കാണുന്നത് വേദ ഇങ്ങനെ നനയ്ക്കണതാണ് കേട്ടോ. അപ്പോൾ കണ്ട വഴിക്ക് തന്നെ വേദയോട് മാഷ് ചോദിക്കും, നീ എന്നോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്നും ചെയ്യരുത്, ഇവിടെ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞേക്കണേ അല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രീജ് കമലൊക്കെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ പകച്ച് നിൽക്കുക, എന്ത് പറയണ്ടേന്ന് അറിയില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ നന്ദിനിയാണെങ്കിൽ ഫോൺ തോണ്ടൽ നിർത്തി എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ എന്താ ചെയ്യുന്നതിരിക്കോ, നമ്മുടെ നന്ദിനിക്ക് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ വേദ പറയും, എന്നോട് നന്ദിനി അടുത്തേ പറഞ്ഞ് ഇവിടെ പണിയൊക്കെ എടുക്കാൻ, അതാച്ചാ ഞാൻ എടുത്തേന്ന് നമ്മുടെ വേദ എടുത്ത വഴിക്ക് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശ്രീജിക്കും അമ്മയ്ക്കും ചിരി വരും. നന്ദിനിക്കാണെങ്കിൽ 8ൻ്റെ പണി കിട്ടിയതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പോൾ മാഷ് വന്ന് നന്ദിനിക്ക് വേണ്ട ചീത്ത പറയുന്നുണ്ട് കേട്ടോ. ആരും പ്രതീക്ഷയില്ല വേദ ഇങ്ങനെ പറയുമെന്നുള്ളത്. അപ്പോൾ അത് കേട്ട് എല്ലാവരും ചിരിച്ചപ്പോൾ വേദയും ചിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.